നമസ്കാരം. അന്യോന്യത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് നമ്മുടെ പുതിയ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. പുതിയ സ്പീക്കറായി ചുമതലയേറ്റതിന് പിന്നാലെ പീപ്പിളിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. പീപ്പിളിന് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നന്ദി. യുവ സ്പീക്കർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൂടുതൽ യുവാവായ സ്പീക്കർ ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചരിത്രത്തിൽ. എങ്കിലും യുവ സ്പീക്കർ എന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. യുവത്വം സ്വപ്നങ്ങളുടെ, ആഗ്രഹങ്ങളുടെ സമയമാണ്. പുതിയ സ്പീക്കറായിട്ട് ചെയറിലേക്ക് എത്തുമ്പോൾ എന്താണ് ശ്രീരാമകൃഷ്ണൻ്റെ സ്വപ്നങ്ങൾ? യുവത്വം ഒരു വയോഘട്ടമല്ല, ഒരു മനോഭാവമാണ് എന്ന് നിലപാട് തന്നെ NPC പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ അല്പം വെല്ലുവിളിയുള്ള ഒരു ജോലിയാണ് യഥാർത്ഥത്തിൽ സ്പീക്കറുടെ ജോലി എന്ന് പറയുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വളരെ പരിണിതപ്രജ്ഞരായ പ്രഗത്ഭമതികളായ നേതാക്കളെല്ലാവരും അവിടെയുണ്ട്. ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിൻ്റെ മുൻപ് തന്നെ നിയമസഭാ സാമാജികന്മാരായ ആളുകളുണ്ട്. അത്തരമൊരു വേദിയെ നിയന്ത്രിക്കുന്ന അധ്യക്ഷൻ എന്ന നിലയിലുള്ള പ്രവർത്തനം അല്പം വെല്ലുവിളിയുള്ളതാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് സഭയിലെത്തുമ്പോൾ പൊതുവെ എല്ലാവരും ചില കീഴ്വഴക്കങ്ങൾ അംഗീകരിച്ചു പോകുന്നത്? അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചില മൂല്യവ്യവസ്ഥതയുടെ കരുത്താണത്. അത് സഭയിലും സഭയിലെ നടപടിക്രമങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്പം കൂടി പൊതുസമൂഹവുമായിട്ട് കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഭരണഘടനയുടെ എന്തെല്ലാം അന്തസത്തകളെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നിയമനിർമ്മാണ പ്രക്രിയ എന്താണ്? ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട ജോലിയാണ് ഒരു MLA ചെയ്യേണ്ടത് എന്നുള്ള ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നൊരു വ്യത്യാസം ആളുകൾക്ക് ബോധ്യമില്ല. അപ്പോൾ ഈ നിയമനിർമ്മാണ മേഖലയിൽ നടക്കുന്ന നിയമസഭ ഉൾപ്പെടെയുള്ള പാർലമെൻ്ററി രംഗത്തെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ വികസിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ഒക്കെയുള്ളൊരു പൊതുസമൂഹവുമായുള്ളൊരു പങ്കുവെപ്പ് നിയമസഭാ സെക്രട്ടേറിയറ്റിന് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് എങ്ങനെ കാര്യങ്ങളെ അല്പം കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു സ്വപ്നം എനിക്കുണ്ട്. ഇപ്പോഴത്തെ സഭ, അതിൻ്റെ നാഥൻ എന്ന നിലയ്ക്ക് സ്പീക്കറായ താങ്കൾ കുറേ വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? നിയമസഭയെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ, ഒരുപക്ഷെ കാൽപ്പനികം തന്നെയായ ക്ലാസിക് സങ്കല്പങ്ങൾ ഒരു വശത്ത്, നമ്മുടെ നിയമസഭയും നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ പ്രക്രിയയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രായോഗികമായ ഭൂതകാല സങ്കല്പം ഒരു വശത്ത്, പുതിയ സാഹചര്യത്തിൽ, പുതിയ മാധ്യമ സാഹചര്യത്തിൽ എന്ന് തന്നെ പറയട്ടെ, ഇതൊക്കെ ടെലിവൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ക്യാമറ കണ്ണുകൾക്ക് വേണ്ടി നിയമസഭ സാമാജികത്വം നിറവേറ്റുന്ന ഒരു ശൈലി, പിന്നെ ഒരു വശത്ത് പുത്തൻ സാമ്പത്തിക കാലാവസ്ഥയ്ക്കൊത്ത് MLA ഫണ്ട് പോലുള്ള പുതിയ സങ്കല്പങ്ങളുമായി ഒരു ചെറിയ കലുങ്കിന് മുകളിൽ, ഒരു ചെറിയ ബസ് സ്റ്റോപ്പിന് മുകളിൽ ഒക്കെ MLAയുടെ പേരും അതിന് ചിലവായ തുകയും എഴുതി വയ്ക്കുന്ന ഒരു പുത്തൻ ജനാധിപത്യത്തിൻ്റെ പുത്തൻ ശൈലി മറ്റൊരു വശത്ത്. ഇങ്ങനെ പലതരം ശൈലികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ മധ്യത്തിലാണ് സഭാനാഥനായി വരുന്നത് എന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ 5 വർഷവും ഞാനൊരു നിയമസഭാ സാമാജികനായിരുന്നു. ഞാൻ 5 വർഷം മുമ്പ് മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഞാൻ ഈ നാടിൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതോടൊപ്പം നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നത് ആ രണ്ടാമത്തെ ഭാഗം ആളുകൾക്ക് വലിയ താല്പര്യമുള്ളൊരു ഭാഗമല്ല, അതവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിയമസഭാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വല്ലാത്ത തരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ ചിന്തകൾ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിലെ ചിന്തകൾ തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കപ്പെടുന്നത്. സഭയിൽ ബഹളമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സഭയിൽ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തനത് രൂപം വേണമെന്ന് കരുതുന്നവർ, സഭയിൽ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ് ശരി എന്ന് കരുതുന്നവർ,
വേണ്ടത്ര ഗൃഹപാഠമൊന്നും ചെയ്യാതെ എന്തെങ്കിലും ചില കമൻറ്റുകൾ വിളിച്ച് പറഞ്ഞിട്ട് മാധ്യമ ശ്രദ്ധ നേടുന്നിട്ട് അങ്ങനെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നതാണ് നല്ലതെന്ന് കരുതുന്നവർ, ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഈ പറയുന്ന നിയമസഭാംഗങ്ങൾക്കുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരല്പം അവയർനെസ്, ഒരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ നിയമസഭയ്ക്ക് തന്നെ നേതൃത്വം കൊടുക്കാൻ കഴിയണം. നിയമസഭയുടെ ഭാഗമായ നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെ ജനങ്ങളോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ ഇതെന്താണ് ഇപ്പോൾ ഒരു നിയമം എങ്ങനെ ഉണ്ടാവുന്നു? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ ഒരു അദാലത്തിൽ പങ്കെടുത്തു. അവർ ചാൻസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടുത്തെ കൂടി നിൽക്കുന്ന 500 സ്ത്രീകളുണ്ട്. അവരിൽ കാണുമ്പോഴെല്ലാം അവർ പറയുന്നത് ചെറിയ കലുങ്കിൻ്റെ കാര്യം, കാനയുടെ കാര്യം, ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ പഞ്ചായത്ത് മെമ്പർമാർ വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ അവരോട് ചോദിച്ചൊരു നിയമം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അവർക്ക് അറിയില്ല. അപ്പോൾ അതിങ്ങനെ വിശദീകരിച്ച് കൊടുത്തു. അതിൻ്റെ ഡ്രാഫ്റ്റ് തൊട്ട് 3 വായന വരെയുള്ള ഭേദഗതികൾ വരെയുള്ള ഇതിനൊക്കെ ഉത്തരവാദപ്പെട്ട പണി കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരിൽ പലർക്കും അത് ആദ്യത്തെ അറിവാണ്. അപ്പോൾ ഇത് നമ്മുടെ സാമാജികന്മാർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വെല്ലുവിളി സഭയിലും പ്രതിഫലിപ്പിക്കപ്പെടും. അത് തീർച്ചയായിട്ടും സഭാധ്യക്ഷനെയും സ്വാധീനിക്കും. അപ്പോൾ ഇതിനെല്ലാം കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. എന്നാലൊരു പരമമായ ലക്ഷ്യം ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുക എന്ന് തന്നെയാണ്. ഈ ഒരു ദൗത്യത്തിൽ ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്തെങ്കിലും അഭ്യർത്ഥന പുതിയ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടോ? ഞാൻ മാധ്യമങ്ങളെ എല്ലാവരെയും, ദൃശ്യമാധ്യമങ്ങളെ മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സംവാദ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം എന്നതാണ്. അതിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ ഒരു ബില്ല് വരുന്നു നിയമസഭയിൽ. ആ ബില്ലിനെ സംബന്ധിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും പഠിച്ച് ഗൃഹപാഠം ചെയ്ത് വിശദമായി പ്രസംഗിക്കുന്ന ഒരാളുണ്ടാവാം, അല്ലെങ്കിൽ ആളുകളുണ്ടാവാം. അത് ഒരു മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നതേയില്ല. എന്നാൽ ആ ബില്ലുമായിട്ട് പുലബന്ധമില്ലാത്ത കമൻറ്റുകൾ പറഞ്ഞ് സഭയെ പൊട്ടിച്ചിരിപ്പിച്ചവരുണ്ടാകാം. അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്ക് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞവരുണ്ടാകും. അത് മാധ്യമങ്ങൾ വലിയ തലക്കെട്ടായി വരുന്നു. ഈ ഒരവസ്ഥ യഥാർത്ഥത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളെ കൂടി നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ അത്തരമൊരു രീതി കുറച്ച് അവസാനിപ്പിക്കണം. ദൃശ്യമാധ്യമങ്ങൾ കോമഡി ഷോ ആയിട്ട് പലപ്പോഴും നിയമസഭാ പ്രവർത്തനങ്ങളെ മാറ്റിയാണ്. രാത്രി 9 മണിക്കുള്ള ചർച്ചയ്ക്ക് ശേഷം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കോമഡി ഷോ ആയിട്ട് നിയമസഭാ പ്രവർത്തനത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതി വലിയ ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഒരു വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന രീതിക്ക് പകരം എല്ലാം കോമഡി ഷോ ആക്കിയാൽ അത് ഗുണം ചെയ്യില്ല. ആശാസ്യമായാലും അനാശാസ്യം എന്ന് പറയേണ്ടി വന്നാലും ആശയങ്ങൾ മാത്രമല്ല, ആളുകൾ വരെ ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമുക്കുള്ളത്. അത് നിയമസഭയിലും പ്രതിഫലിക്കുന്നുണ്ട്. കഴിഞ്ഞ സഭയുടെ കാലത്ത് വളരെ അഗ്രസീവായിട്ടുള്ള സമരരൂപം, പ്രതിരൂപ രൂപം ഒക്കെ അവിടെ അരങ്ങേറി. അതുപോലൊരു സാഹചര്യം ഇനി താങ്കളുടെ കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്പീക്കർ എന്ന നിലയ്ക്ക് എന്തായിരിക്കും സമീപനം? അത് ഒരു ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ അനുഭവങ്ങളുടെ ഒരു വളരെ പ്രായമായിട്ടില്ലെങ്കിലും വളരെ ദീർഘകാലത്തെ സംഘടനാ അനുഭവങ്ങൾ എനിക്കുണ്ട്. ആ അനുഭവങ്ങളുടെ ശക്തിയിൽ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സാഹചര്യം വന്നാലും അതിനെയും അഭിസംബോധന ചെയ്യാൻ എനിക്ക് പറ്റും. അതെങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ ക്ഷോഭാത്മകമായ ആളുകൾ പെരുമാറുന്ന സാഹചര്യങ്ങൾ കൂടി നമ്മൾ കാണണം. ശൂന്യതയിൽ നിന്നൊരു ക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ കുറച്ച് ബഹളം ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ട് ആരും ബഹളം ഉണ്ടാക്കുന്നില്ല. ആ ക്ഷോഭത്തിൻ്റേതായ വികാരം നാട്ടിൽ അലയടിക്കുമ്പോഴാണ്, അത് സഭയിൽ പ്രതിഫലിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ വൈഷമ്യമുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് പലപ്പോഴും അങ്ങനത്തെ ഒരു പ്രതികരണം ഉയർന്നു വരേണ്ട സാഹചര്യം വരുന്നത്. അപ്പോൾ അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളതിനെ വിലയിരുത്തുന്നത് ശരിയായിരിക്കില്ല. സഭാതലത്തിൽ സംവാദത്തിൻ്റെ ഒരു സംസ്കാരം വേണം എന്ന് താങ്കൾ പറഞ്ഞു. സഭാ നടത്തിപ്പ് ഏറ്റെടുത്ത ആളുകൾക്കിടയിൽ, നാഥൻ്റെ ചുമതല പങ്കിട്ട് ഇരിക്കുന്ന ആളുകൾക്കിടയിലും സംവാദത്തിൻ്റെ ഒരു സംസ്കാരം വേണ്ടേ? ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ, വിവിധ കക്ഷികൾ തമ്മിൽ ഒക്കെ സംവാദത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ പുലരണ്ടേ?
ആ തരത്തിലുള്ളൊരു ചിന്ത സഭാ നടത്തിപ്പ് നല്ല രീതിയിൽ ആശാസ്യകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമല്ലേ? തീർച്ചയായും അത് സഭയുടെ പ്രധാനപ്പെട്ട കാര്യം ഡിബേറ്റിംഗ് ആണ്, സംവാദം തന്നെയാണ്. അതിപ്പം സഭയിലെ സാമാജികന്മാർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. നടത്തിപ്പിൻ്റെ ഘട്ടം തൊട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിയോജിപ്പ് പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് യോജിക്കുന്നു എന്ന് പറയുന്ന പ്രസിദ്ധമായ ചൊല്ലുപോലെ നിങ്ങൾ എന്നോട് വിയോജിച്ചോളൂ, എനിക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ട്, പക്ഷേ എങ്കിലും അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണല്ലോ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള ഒരു അവസ്ഥയിലേക്ക് സഭയെ നയിക്കാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ സംവാദ സംസ്കാരത്തിൻ്റെ രീതി കക്ഷി നേതാക്കൾക്കിടയിലും നടത്തിപ്പുകാർക്കിടയിലും വളർത്തിയെടുക്കുക തന്നെ വേണം. അതിന് ശ്രമിക്കുമെന്നാണ് എനിക്ക് പറയാൻ പറ്റും. സഭയുടെ അച്ചടക്കം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ വാച്ച് ആൻഡ് വാർഡിന് ഉള്ള പങ്ക് എന്താണ്? എപ്പോഴാണ് നിയമസഭയിലുള്ള ജനപ്രതിനിധികളെ കൈകാര്യം ചെയ്യാൻ അവർ നിയോഗിക്കേണ്ടി വരിക? അങ്ങനെ ഒരു സാഹചര്യം താങ്കൾക്കുണ്ടാവരുതേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അല്പം പോലും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവും എന്ന് കരുതുന്നില്ല, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. കാരണം ഒരു വ്യക്തിയുടെ കാർക്കശ്യം, ഒരു വ്യക്തിയുടെ കാഠിന്യം, കഠിന രീതികൾ, ഇതുകൊണ്ടൊക്കെ മാത്രം സഭയുടെ നടത്തിപ്പ് സുഗമമാക്കി മാറ്റാൻ പറ്റുമെന്ന് കരുതുന്നതൊരു മൗഢ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തത്, ഈ പറയുന്ന വാച്ച് ആൻഡ് വാർഡിൻ്റെ കായിക ബലം കൊണ്ട് ഒരു സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നതും അതിലേറെ വിഡ്ഢിത്താണ്. അതല്ല ഒരു സ്പീക്കറുടെ മൂലധനം, ഒരിക്കലുമല്ല. അതുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തി കായികമായിട്ടുള്ള ശക്തി പ്രയോഗിച്ച് സഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമം അല്ലെങ്കിൽ അച്ചടക്കം നടപ്പിലാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാവില്ല. താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് കിട്ടേണ്ടിയിരുന്നതിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് ഒരു വോട്ട് ചോർന്നു എന്നാണ് ഇപ്പോൾ തലസ്ഥാനത്തുള്ള നമ്മുടെ സംസ്ഥാനത്താകെ പ്രചരിക്കുന്ന വാർത്ത. ഇതിനോട് സ്പീക്കർക്ക് പ്രതികരിക്കുന്നതിന് പരിമിതികളുണ്ട്, എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം താങ്കൾക്ക് മുമ്പിലുണ്ട്. എന്തു പറയുന്നു? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് ക്യാൻവാസിങ് നടത്തിയിട്ടില്ല, ആരോടും ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി വരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആരോടെങ്കിലും വോട്ട് ചോദിച്ചത് കൊണ്ട് കിട്ടുകയോ ചോദിക്കാതെ കൊണ്ട് കിട്ടാതിരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും രണ്ടുപേരെ എനിക്ക് അധികം വോട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദിയുള്ളവനാണ്. അതിനപ്പുറം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ആ വോട്ടിൻ്റെ സന്ദേശം എന്താണ്? അത് ഇപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല. ഏകകണ്ഠേന സ്പീക്കർമാരെ മുൻപ് തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. സ്പീക്കറെ ഏകകണ്ഠേന തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ സ്പീക്കർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ രാഷ്ട്രീയത്തോട് ആ സഭയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യോജിക്കുന്നു എന്നല്ലല്ലോ. അല്ല, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരു 3-4 സ്പീക്കർമാരെങ്കിലും ഏകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, മത്സരമില്ലാതെ വന്നവരാണ്. അപ്പം സഭയിൽ വിജയിക്കാനിടയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വോട്ട് ചെയ്ത ഒരാൾ പരസ്യമായി പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു ഇതിൽ രാഷ്ട്രീയമില്ല. എനിക്ക് ഈ 2 സ്ഥാനാർത്ഥികളെയും പരിശോധിക്കുമ്പോൾ അതിൽ മികച്ചതാണെന്ന് തോന്നുന്ന ആൾക്ക് ഞാൻ വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർക്കുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പുതിയ നിയമസഭയിലെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതുവരെ നിയമസഭാ വേദിയിലേക്ക് എത്താത്ത ഒരു രാഷ്ട്രീയ കക്ഷി, നമ്മുടെ മൂന്നാമത്തെ ചേരിയെ നയിക്കുന്ന BJP, ഒ രാജഗോപാലിലൂടെ ആ പദവി നേടിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു BJP നേതാവ്, വളരെ വയസ്സ് ചെന്ന ഒരു BJP നേതാവ് ഒന്നാം നിരയിൽ തന്നെ പ്രതിപക്ഷത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു? അല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് അദ്ദേഹം. അവർ ഇതിനും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു, ഇതിനും കൂടുതലുള്ള ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആക്കുന്നതിന് പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവർക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. 2 മുൻ മുഖ്യമന്ത്രിമാർ സഭയിലുണ്ട്. വളരെ വയസ്സ് ചെന്ന വളരെ മുതിർന്ന 2 നേതാക്കൾ സഭയിലുണ്ട്. ആ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു?
ഞാനതിനെ ഒരു ബാധ്യതയായിട്ടല്ല, ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. പരിണിതപ്രജ്ഞരായ നേതാക്കളും ഈ മുഖ്യമന്ത്രിമാരും ഞാൻ ജനിക്കുന്നതിന് മുൻപേ അവിടെ നിയമസഭയിലെത്തിയവരും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരാശങ്കയോ ബാധ്യതയോ അല്ല. എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പെശകുകൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താനോ പറ്റുന്ന കഴിവുള്ള ഗുരുതുല്യന്മാരായ ആളുകൾ താഴെ ഇരിക്കുന്നു എന്നത് എനിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. നിയമസഭാ പ്രക്രിയയ്ക്ക് ആകെ തന്നെ സ്പീക്കർ പദവിക്കും ഒക്കെ തന്നെ കൊളോണിയലായ ഒരു 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 ഹാങ് ഓവർ ഉണ്ട്. താങ്കൾ തന്നെ ഇന്ന് പറഞ്ഞു സാർവിളി കുറയ്ക്കണം എന്ന തരത്തിലൊരു പരാമർശം താങ്കൾ നടത്തിയതായിട്ട് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിനെ കൊളോണിയൽ ബാധകളിൽ നിന്ന് രക്ഷിക്കുക ഇല്ല, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അതല്ല ഉണ്ടായത്. ഒരു മാധ്യമ സുഹൃത്ത് ഒരു പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചു, കൊളോണിയൽ അവശിഷ്ടത്തിൻ്റെ ഭാഗമല്ല ഈ സർ വിളി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി സർ എന്ന് പറയുന്ന ഒരു പദവിയാണ് പിന്നെ ഇംഗ്ലണ്ടിൽ കൊടുത്തിരുന്നത്, മിലോഡ് സർ. അപ്പോൾ ആ പദവിയുമായി ബന്ധപ്പെട്ട വിളിയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഏതാണെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഡയഗ്നൈസ് ചെയ്തെടുത്തിട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ ആ ഡിബേറ്റ് നടക്കട്ടെ. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പ്രഗത്ഭമതികളായ ആളുകൾ, നേതാക്കൾ ഒക്കെ അഭിപ്രായം പറയട്ടെ. അതൊരു ചർച്ച ചെയ്യാനേ പാടില്ലാത്ത ഒന്നാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ചർച്ചയാവാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് പിന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ള എനിക്കാക്കി. ഞാനതിൻ്റെ മറുപുറവും പറഞ്ഞിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പ്രകോപനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകാം. ആ പ്രകോപനത്തിൻ്റെ അന്തരീക്ഷം ഒഴിവാക്കാൻ അങ്ങോട്ട് അഭിസംബോധന ചെയ്യാണ്. അങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിളിക്കേണ്ടത് ആണല്ലോ. അപ്പോൾ ഇതിനേക്കാൾ സ്വതന്ത്രമായൊരു പദമുണ്ടെങ്കിൽ അത് ആലോചിക്കാവുന്നതാണ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ആ കൂട്ടത്തിൽ വേറെയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കോടതിയിൽ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്, കേരള ഹൈക്കോടതിയിൽ. ഇപ്പോഴാണ് അത് നിരോധിച്ചത്. അപ്പം അത്തരത്തിലുള്ള ചില അവശിഷ്ടങ്ങളുണ്ട്. ആ അവശിഷ്ടങ്ങളൊക്കെ സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കേണ്ടതാണ് എന്നൊരു കമൻറ്റാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയ്ക്കും അത് ബാധകമാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി ഒരു സ്ഥലത്ത് അവസാനിക്കുന്നതല്ല. അത് യഥാർത്ഥത്തിലൊരു മൂല്യവ്യവസ്ഥിതിയാണ്. അതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ വിവരാവകാശ നിയമം വന്നു, സേവനാവകാശ നിയമം വരണം. അങ്ങനെ പുതിയ 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 മേഖലകളിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് ജനാധിപത്യം ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കണം. അത് മറ്റെല്ലാ മേഖലകളിലും നടക്കുമ്പോൾ നിയമസഭയിൽ അത് പാടില്ല എന്ന് പറയാൻ പാടില്ല, കോടതികളിൽ അത് പാടില്ല എന്ന് പറയാൻ പാടില്ല. നിയമസഭാ സാമാജികന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുതാര്യമായിട്ട് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതും ജനാധിപത്യത്തിൻ്റെ വികാസത്തിൻ്റെ ഒരു ചുവടാണ്. അപ്പോൾ ഇനി അതിൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ നടക്കട്ടെ. സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 1, 2, 3 എന്ന് ചിലത് ആലോചിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ശ്രീരാമകൃഷ്ണൻ പരിഷ്കാരങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഞാനിന്ന് സഭയിൽ പറഞ്ഞു, ഈ നെപ്പോളിയൻ്റെ ഒരു സംഗതി പറയണ്ടായി. അദ്ദേഹം ഈ വിപ്ലവത്തിന് ശേഷം കാത്തോലിക്ക സഭയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചു. ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് സംശയം ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, വൈൽ ഐ വാസ് ഇൻ ഈജിപ്റ്റ് ഐ വാസ് എ മുസ്ലിം, നൗ ഐ ആം ഇൻ ഫ്രാൻസ്, നോ ഡൗട്ട് ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറയുണ്ടായി. അപ്പോൾ ചുമതലകൾ നമ്മളെ മാറ്റിപ്പണിയുക എന്നതാണ് അതിൻ്റെ സന്ദേശം. ഏത് ചുമതലകളും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണമെങ്കിൽ ആ ചുമതലകളോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെ താതാത്മ്യം പ്രാപിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ടെന്നുള്ള അങ്ങയുടെ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ്. പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരു മാധ്യമ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നത് ഒരു പക്ഷേ ഒരു ഉചിതമായിരിക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ ആളുകളൊക്കെ ഉൾപ്പെടുന്നൊരു സമിതിയുണ്ട്, കാര്യോപദേശക സമിതിയുണ്ട്. അത് ചില കാര്യങ്ങൾ നടത്താൻ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കളൊരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, സ്വയം തന്നെ ഒരു അധ്യാപകനായിരുന്നു. ഏക് ദിൻ കാ സുൽത്താൻ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കാലത്തേക്ക് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അവിടെ എത്തുമ്പോൾ എന്തു തോന്നുന്നു? അധ്യാപകൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റിഫ്രഷ് ചെയ്യപ്പെടുന്ന ഒരു ജോലിയാണത്. എന്നും വിദ്യാർത്ഥിയായിരിക്കും എന്നും ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാനതിനെ ഓപ്റ്റ് ചെയ്യാൻ ചെയ്തത്. പക്ഷേ പാർട്ടിയുടെ ഡയറക്ഷൻ വന്നപ്പോൾ അത് ഒഴിവാക്കേണ്ടി വന്നത്. അപ്പോൾ എന്നിങ്ങനെ റിഫ്രഷ് ചെയ്യപ്പെടുന്ന, നമ്മൾ കാണാത്ത നിലയിലുള്ള സ്പാർക്കിംഗ് ഉള്ള കുട്ടികളെ നമ്മൾ മുന്നിൽ കാണാം. അപ്രതീക്ഷിതമായിട്ട് അവർ കാണുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില സ്പാർക്കിംഗ് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഇൻ്റലിജൻസ്
സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സഭയിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരു സഭാ അധ്യക്ഷനാകുമ്പോൾ തീർച്ചയായിട്ടും ഈ സഭയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ശ്രദ്ധിക്കാനുള്ളൊരു ബാധ്യതയുണ്ടല്ലോ. അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറേയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ സൂക്ഷ്മമായിട്ട് സഭയെ എങ്ങനെ നിരീക്ഷിക്കാനും ഓരോരുത്തരുടെയും രീതികളും ശൈലികളും പ്രസംഗങ്ങളും ഒക്കെ കാണാനും കഴിയുന്നൊരു നല്ല അവസരമാണത്. അപ്പോൾ ക്ഷമാപൂർവ്വം ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് കണ്ട് മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു മനോഭാവത്തിൽ അത് കണ്ട് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ചെറുപ്പം മുതലേ സംഘടനാ പ്രവർത്തനങ്ങളുടെ പല രൂപങ്ങൾ, അതത് പ്രായത്തിന് ചേർന്ന രൂപങ്ങൾ എപ്പോഴും സ്വീകരിച്ചു വന്നിരുന്ന ഒരാളാണ് താങ്കൾ. ഈ നേതാവ് ആയ ശ്രീരാമകൃഷ്ണനും സ്പീക്കർ ആവുന്ന ശ്രീരാമകൃഷ്ണനും തമ്മിൽ പരസ്പരം സംസാരിച്ചാൽ എന്തു പറയും? തുറന്നു പറഞ്ഞാൽ എനിക്ക് അല്പം മിസ് ചെയ്യും. നേതാവിന് മിസ് ചെയ്യും? അതെ. കാരണം കഴിഞ്ഞ ഒരു 38 വർഷമായിട്ട് എന്ന് തന്നെ പറയാം, ഒരു 10 വയസ്സ് തൊട്ട് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുമായൊക്കെ ഉണ്ടാക്കിയ ആത്മബന്ധങ്ങളുണ്ട്, ജനകീയ ബന്ധങ്ങളുണ്ട്. അതൊന്നും കേവലമായൊരു യാന്ത്രിക ബന്ധങ്ങളായിരുന്നില്ല. അതിനി അതേപോലെ ആയിരിക്കില്ലല്ലോ ഒരു അല്പകാലത്തേക്കെങ്കിലും. പക്ഷേ ഞാനിതിനെ നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിലുള്ള പലതരം ചുമതലകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളുടെ കൂട്ടത്തിലൊരു അനുഭവം, നല്ലൊരു അനുഭവമാണ്. ആ അനുഭവം അതേ നിലയിൽ സ്വീകരിക്കാനുള്ള എല്ലാ സന്നദ്ധതയും എല്ലാ സന്തോഷവും എനിക്കുണ്ട്. സ്പീക്കർ സർവതന്ത്ര സ്വതന്ത്രൻ എന്നാണ് പറയുക. പക്ഷെ നമ്മുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ വേർപിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സാങ്കല്പിക നിഷ്പക്ഷത സാധ്യമാണോ? അങ്ങനൊരു പ്രശ്നം ശ്രീരാമകൃഷ്ണൻ നേരിടുന്നുണ്ടോ? അല്ല, നിഷ്പക്ഷത എന്ന് പറയുന്നത് സഭാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഒരു ചട്ടമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിഷ്പക്ഷത. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊരു നിഷ്പക്ഷത പ്രതിഫലിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ആ ചട്ടം നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യാനുള്ള സഹിഷ്ണുതയും മര്യാദയും കാണിക്കുക. 1. 2, സ്പീക്കറുടെ ദൗത്യം സഭയിലിങ്ങനെ എല്ലാ പക്ഷത്തിനും ആവശ്യമായിട്ടുള്ള സമയം കൊടുക്കൽ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകലും കൂടി അതിൻ്റെ ഭാഗമാണ്. സ്പീക്കറുടെ ചുമതലകളിൽ ഒന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളും സമയവും ഒക്കെ സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നടത്തി തീർക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യതയും സഭാനാഥനുണ്ട്. അതുകൂടി നിർവഹിക്കേണ്ടി വരും. അത് ഞാനിന്ന് സഭയിൽ തന്നെ പറയുകയും ചെയ്തു. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കും, അതോടൊപ്പം ഈ ദൗത്യം നിർവഹിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം നന്ദി. ഒപ്പം എല്ലാ ആശംസകളും. താങ്ക് യു.